ബീഹാറിൽ നിന്ന് 35 ടൺ സ്പിരിറ്റ് ലോഡ് എടുത്തുകൊണ്ട് തമിഴ്നാട്ടിലോട്ട് പോകുന്ന 6ാമത്തെ ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 8-9 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എത്തിയെങ്കിലും പേപ്പർ പരിശോധനയെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ മാത്രമേ പോകാൻ പറ്റൂ എന്നാണ് അറിയിപ്പ് കിട്ടിയത്. നമ്മുടെ ലോഡ് ഉൾപ്പെടെ മൊത്തം 6 വണ്ടി സ്പിരിറ്റ് ലോഡുകളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കിടക്കുന്നത്. സമയം 7:30 ആയപ്പോഴത്തേക്കും പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറി നമ്മൾ യാത്ര തുടങ്ങി. അതിർത്തി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ശേഷം ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്നും അടുത്ത സ്റ്റേഷൻ പരിധി വരെ പോകാൻ എസ്കോർട്ടായിട്ട് നമ്മുടെ ലോഡിന്റെ ബില്ലും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി നമ്മളോടൊപ്പം കയറി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി എന്ന സ്ഥലത്ത് വാറ്റുചാരായി കുടിച്ച് ഒരുപാട് പേർ മരണപ്പെടുകയുണ്ടായി. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇത്തരം സുരക്ഷാ നടപടികളെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോ എவ்வளவு தூரம் நம்ம கூட இருக்காங்க? 20 கிலோமீட்டர். அடுத்த வாட்டி வந்து நம்ம அவங்க சொல்லிடும், அது புது லொகேஷன் சொல்லி அங்க போய் அப்புறம் சொல்லுங்க வண்டி எடுத்து போயிடுவோம். அவ்வளவுதான் சார். நம்ம அங்க நிப்பாட்டிடலாம் வண்டி, அந்த பக்கம் நிப்பாட்டிடலாம். அப்போ நிப்பாட்டலாம். ഇവിടെ നിർത്താൻ പറഞ്ഞു. ഇവിടെ നിർത്താൻ പറഞ്ഞു. ഇല്ല, അതാ പറഞ്ഞു നിർത്താൻ പറഞ്ഞു. അടുത്ത സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ള ലോഡിന്റെ ബില്ലും പേപ്പറും എല്ലാം തിരിച്ചു കിട്ടത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാൻ പറ്റത്തുള്ളൂ. ചെറിയൊരു സമയതാമസം ഉള്ളത് കൊണ്ട് നമ്മൾ നേരെ അടുത്തുള്ള ഡീസൽ പമ്പിലോട്ട് ഡീസൽ അടിക്കാനായിട്ട് കയറി. എപ്പോഴത്തെയും പോലെ ഫുൾ ടാങ്ക് ഡീസൽ തന്നെയാണ് അടിക്കുന്നത്. 170 ലിറ്റർ അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് ഫുള്ളായി. തിരിച്ചു നേരെ ടോൾ പ്ലാസയിലേക്ക്. ടോൾ പ്ലാസ കഴിഞ്ഞ് മറുവശത്തായിട്ട് അടുത്ത സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ കാത്ത് നിപ്പുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് നമ്മുടെ ബില്ലും പേപ്പറും എല്ലാം വാങ്ങിയ ശേഷം വീണ്ടും യാത്ര തുടങ്ങി. കള്ളക്കുറിച്ചി എന്ന് പറയുന്നത് തമിഴ്നാട്ടില് ഒരു മദ്യദുരന്തം ഉണ്ടായി. നമ്മൾ ടിവിയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അവിടെ ഇതുപോലെ മെഥനോൾ എന്ന് പറയുന്ന സ്പിരിറ്റ് കുടിച്ചിട്ട് ആൾക്കാർ, ഇത് എഥനോള്, ഇത് സത്യം പറഞ്ഞാൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സ്പിരിറ്റാ, കുടിക്കാൻ പറ്റുന്ന. പക്ഷെ മറ്റേത് അതല്ല, അത് കുടിച്ച ആള് മരിക്കും. അങ്ങനെ ഈതൽ മീതയിലാണ് നമ്മളെ കയ്യിൽ ഇരിക്കുന്നത് ആൽക്കഹോളാണ്. അപ്പം ഇത് കുടിക്കാൻ പറ്റും. ഇത് കുടിക്കാൻ ഇപ്പൊ നമ്മുടെ വണ്ടി ഇരിക്കുന്നത് കുടിച്ചാൽ ഇച്ചിരി പ്രശ്നമെന്ന് തോന്നുന്നു. അതിന് കറക്റ്റ് ടെക്നിക്കലായിട്ട് ഇത് ശരിക്കും ആൾക്കാർ കുടിക്കുന്ന സ്പിരിറ്റുകളാണ്. പക്ഷെ അത് അതിന്റെ യൂസേജ് എങ്ങനെയാണ്, അത് എങ്ങനെ ഇത് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് കറക്റ്റായിട്ട് എനിക്കൊരു ധാരണയില്ല. പക്ഷെ ഇതിന്റെ മറ്റൊരു സൈഡിലുള്ള ആൽക്കഹോൾ, അത് മീതൽ ആൽക്കഹോൾ, അത് മെഥനോൾ എന്ന് പറയുന്ന ഇത്. അപ്പൊ അത് കള്ളക്കുറിച്ചി അത് ചെയ്ത ആളെ പോലീസ് വിളിച്ചപ്പോ അയാള് പറഞ്ഞു ആന്ധ്ര എന്നാണ് ഇത് കൊണ്ടുവന്നത് അയാള്. അപ്പൊ അതെ. അപ്പൊ ആന്ധ്ര ഇത് കൊണ്ടുവന്ന ഇത് ആന്ധ്ര